എനിക്ക് ഒരു സാധാ തടവുകാരുടെ സാഹചര്യത്തിൽ നിന്നൊരു കട്ടിലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കോട്ട്, അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ട് ഒരു തലയണ ഞാൻ ചോദിച്ചിട്ട് ഭക്ഷണം മോശമായി അല്ല പറയട്ടെ, തലയണ ഞാനിപ്പോ ഇങ്ങനെ ഒരു ഗിഡിനെസ്സിലാണ് നിൽക്കുന്നത്, എനിക്ക് തല ഇറങ്ങുന്നത്, എന്റെ പെരടിയിൽ എനിക്ക് ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോ ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ തലയണ വെച്ചേ കിടക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം തരാൻ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇന്ന് വൈകുന്നേരം വരെ ചോദിച്ചിട്ടും അത് അവിടെ തരാൻ എന്താ പറയുക ഇവിടുത്തെ സൂപ്രണ്ട് തയ്യാറായിട്ടില്ല. ഇത്തരം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഞാൻ ആദ്യം എന്ത് പരിഗണനയാണ് ഒരു MLA-ക്ക് കൊടുത്തിട്ട് എന്താണ് നിയമം അതിൽ അനുശാസിക്കുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല. എന്നാൽ സംഗതി മോശമായിരുന്നു. ഇല്ല അറിയില്ല. അല്ല, ഭക്ഷണം മോശമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ആ ഭക്ഷണം തൃപ്തിപ്പെട്ടില്ല. എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണമാണല്ലോ ഇവിടെ പലപ്പോഴും ആളുകളെ വഴിയാധാരാക്കല്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഉച്ചക്ക് വന്ന ഭക്ഷണത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരു സംശയം തോന്നിയോണ്ട് ഞാനത് എന്താ പറയാ, അല്ല ഇതിപ്പോ പലർക്കും വിഷം കൊടുത്ത് കൊന്നിട്ടും അല്ലാതെയും കത്തിയെടുത്ത് കുത്തിയൊക്കെ കൊന്ന് പരിചയമുള്ളവരാണല്ലോ. അപ്പം സ്വാഭാവികമായി എനിക്ക് അങ്ങനെ ഡൗട്ട് വരുന്നത് ചിലപ്പോ എന്റെ അതുകൊണ്ട് തന്നെ കഴിക്കാറില്ല. അങ്ങോട്ടേക്ക് UDF-ന്റെ പ്രവേശനമായിട്ട് സാധിച്ചു അങ്ങോട്ട് പോകുമോ, അല്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരണം എന്നുള്ള ഒരു അതിപ്പോ ഒരു പാലമുണ്ടെങ്കിൽ എവിടുന്ന് നടക്കണം എന്ന് ചോദിച്ചാൽ എന്തർത്ഥമാണ്? അതായത് നിലവിലുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്നതാണോ ഇപ്പോഴത്തെ ഈ ജയിൽവാസം? അതെ. അല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ ഓരോ പ്രതിസന്ധികളും ഏത് മനുഷ്യനാണെങ്കിലും ആ എക്സ്പീരിയൻസിനാണുള്ള ശക്തി ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും പിണറായിസം ഈ പറയുന്ന ഭരണകൂടത ഭീകരതക്കെതിരെ പിണറായിയുടെ ഈ ന്യൂനപക്ഷ വേട്ടക്കെതിരെയുള്ള സമരം അതിശക്തമാക്കി മുന്നോട്ട് പോകും. മലയോര കർഷകരുടെ, പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ വിഷയം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഇന്നുള്ള ഈ വിഷയങ്ങൾ അവിടുത്തെ ഈ പറയുന്ന കർഷക സംഘങ്ങളും തിരുമേനിമാരുമായി കൂട്ടിഘടിപ്പിച്ചിട്ടുള്ള വലിയ പോരാട്ടം ഈ വന്യമൃഗശല്യത്തിനെതിരെ തുടരും. ഈ നിയമം ഭേദഗതി ഒരു കാരണവശാലും കേരളത്തിന്റെ നിയമസഭയിൽ പാസാക്കി എടുക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള പോരാട്ടം നടത്താനുള്ള വഴി ആലോചിക്കും.